നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ NDA എക്സാമിന് പഠിക്കാതെ പാസ്സാവാം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അവർക്ക് ഒരു സാധ്യത പറഞ്ഞുകൊണ്ട് ഇത്തിരിയൊക്കെ പഠിച്ചവർക്ക് എങ്ങനെയായിരിക്കണം നമുക്കിത് ക്വാളിഫൈ ചെയ്യുക. ജസ്റ്റ് ഒരു ക്വാളിഫൈ അല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് റാങ്കിൽ ഇടം തേടി SSB ഇൻ്റർവ്യൂവിന് എത്തിപ്പെടാനുള്ള വഴി, സ്ട്രാറ്റജി ഒക്കെ വളരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് തോന്നുന്നു. നമ്മുടെ ഫസ്റ്റ് എക്സാം മാത്തമാറ്റിക്സ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസുകളുടെ എണ്ണം 120 ഓക്കെ. ഇതാ നമ്മുടെ മാത്സ്, അതെല്ലാവർക്കും അറിയാം. അവിടെ നമുക്ക് 120-ൽ നമുക്ക് ഒരു ക്വസ്റ്റ്യന് 2.5 മാർക്ക് വെച്ച് നമുക്ക് 300 മാർക്കാണ് ടോട്ടൽ. ഓക്കെ ആണല്ലോ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ക്വാളിഫൈ ചെയ്യാൻ മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര അറ്റൻഡ് ചെയ്ത് എങ്ങനെയൊക്കെ ആയിരിക്കണം. ഞാൻ ചെറിയൊരു പ്രൂഫോടുകൂടിയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ പ്രയോഗിച്ചാൽ എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ 120 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്കറിയാം. 120 ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധാരണ പറ്റാറില്ല. അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്തൊരു 100 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ, അറ്റൻഡ് ചെയ്യുന്നു 100 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളായിരിക്കും 100 ക്വസ്റ്റ്യൻസോ? ഓക്കെ, 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ 100 ശരിയാവണമെന്നുണ്ടോ? ഇല്ല, തെറ്റിപ്പോകും, ഉറപ്പാണ്. 20 എണ്ണം ഒട്ടും അറിയാൻ വയ്യാത്ത വിട്ടു. നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈം 20 എണ്ണത്തിനെ ഞാൻ വിട്ടു എന്ന് വിചാരിക്കുക. എനിക്ക് 20 എണ്ണം ഒട്ടും അറിയില്ല, വിട്ടു. 100 എണ്ണം അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചു, 100 എണ്ണം ചെയ്തു. ഇതിനുള്ളിൽ 100 എണ്ണം ശരിയാവില്ല എന്നറിയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്നൊരു 65 എണ്ണം എന്തായി, ട്രൂ ആയി, ശരിയായി. ഓക്കെ, 35 എണ്ണം പോയി, ഫോൾസായി, തെറ്റിപ്പോയി. അങ്ങനെ സംഭവിക്കാമല്ലോ. ഞാൻ അത്രയുണ്ട് മിനിമം 65 എണ്ണം ശരിയായുള്ളൂ, 30 എണ്ണം അതിനുള്ളിലും തെറ്റി. 100 എണ്ണം അറ്റൻഡ് ചെയ്തു, 30 എണ്ണം തെറ്റി, 65 എണ്ണം ശരിയായി. ഈ സമയത്ത് നമുക്ക് ഇതിനുള്ളിൽ നിന്നും കിട്ടാവുന്ന മാർക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിച്ച് കിട്ടുന്ന രീതി കൂടെയാണ്. എല്ലാവരും ഫുൾ കണ്ടോണം. മാക്സിമം എല്ലാവരും ഇത് ഉള്ളവരിലോട്ട് ഒന്ന് ഷെയർ ചെയ്യണം. മീൻസ് എഴുതാൻ പോകുന്നവരും എഴുതാൻ പോയിട്ടില്ലാത്തവർക്ക് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയുണ്ടല്ലോ സെപ്റ്റംബർ എക്സാം. ഓക്കെ, അപ്പോൾ ഈ 65 ക്വസ്റ്റ്യൻ ശരിയായപ്പോൾ നമുക്ക് 65 × 2.5 ഇതാണ് നമുക്ക് കിട്ടുന്ന മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന 65 × 2 എന്ന് പറഞ്ഞാൽ 130 ആണ്. പ്ലസ് 65 × 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32.5 അല്ലേ? ശരിയല്ലയോ? 32.5. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടുന്ന. മീൻസ് 162.5 162.5 മാർക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് 162 മാർക്ക് നമ്മുടെ പോക്കറ്റ് വരുമോ? ഇല്ല, തെറ്റിയതിൻ്റെ പോകും മോനെ, തെറ്റിയതിൻ്റെ പോകും. അപ്പോൾ 35 ക്വസ്റ്റ്യൻസുകൾ തെറ്റുമ്പോൾ 35 × ഏകദേശം നമുക്ക് 0.8 സംതിങ്ങോളം മൈനസ് വരും. ഓക്കെ, 0.8 മൈനസ് വരും. ഏകദേശം 8 × 40 8 3 24 27 മാർക്കോളം പോവും. ഓക്കെ, 27 30 മാർക്ക് പോയെന്ന് വെച്ചോ. അപ്പോൾ നമുക്കൊരു 132 വേണ്ട, 130 ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാമിൽ നിന്ന് ഏകദേശം എല്ലാം കണക്കൂട്ടി അപ്രോക്സിമേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം തിരിച്ചും മറിച്ചും കുറിച്ചും എല്ലാം എടുത്ത് 130. ഓക്കെ, ഇത് ഓക്കെ ആയി. നെക്സ്റ്റ് നമ്മുടെ GAT ആണ്, സെക്കൻഡ് എക്സാം. അവിടെ നമുക്കുള്ളത് 150 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 150 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 150 ഗുണം ഒരു ക്വസ്റ്റ്യന് 4, നമുക്ക് 15 4 600 മാർക്ക് നമ്മുടെ അവിടെ ടോട്ടലുണ്ട്. അപ്പോൾ നമ്മുടെ എനിക്ക് 900 ടോട്ടൽ വരുന്നത് കേട്ടോ. 900-ൽ നമുക്ക് എത്ര വന്നാലാണ് നമുക്ക് ക്വാളിഫൈ ചെയ്ത് SSBക്ക് വിളിക്കാൻ പറ്റുന്ന പാകത്തിലെത്തണം. അതിന് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ NDA 2-ൻ്റെ നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന മാതിരിയാണ്. അത് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കണക്ക് കൂട്ടി പറയുകയും ചെയ്യാം. ഓക്കെ, 600. ഇതിനകത്ത് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് എക്സാമാണ്. ഓക്കെ, ഇംഗ്ലീഷ് എക്സാമിന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ ഏറ്റവും കൂടുതൽ അതാണ്. 50 × 4 200 മാർക്കും ഇംഗ്ലീഷാണ്. ഇവരാണ് നമ്മുടെ ഏറ്റവും വലിയ പിടിവള്ളി എന്ന് പറഞ്ഞുകൊണ്ട് 50 നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമോ? വേണ്ട, 10 എണ്ണം വിട്ടേര്, 40 എണ്ണം അറ്റൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ 40 എണ്ണം അറ്റൻഡ് ചെയ്തു. ഓക്കെ, ഇവിടെ അപ്പോൾ അറ്റൻഡ് ചെയ്തതിൻ്റെ എണ്ണം 40. 40 ഗുണം നമുക്ക് 40 ഗുണം 4 160. 160 കിട്ടുമോ? ഇല്ല, വിട്ടേര്. 150 140-ൽ 30 എണ്ണമേ ശരിയായിരുന്നു മോനെ. 30 എണ്ണം ട്രൂ ആയി,
10 തെറ്റിപ്പോയി. അപ്പോൾ 30 എണ്ണമൊക്കെ നിങ്ങൾക്ക് വേണം ശരിയാക്കാം. 50 എണ്ണത്തിൽ നിന്ന് ഒരു 30 എണ്ണമൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം. ആ 30 എണ്ണത്തിൽ നിങ്ങൾ ശരിയാക്കിയതുകൊണ്ട് 30 × 4 120 മാർക്കോളം നമുക്കവിടെ കിട്ടും. 30 × 4 ഓക്കെ. അപ്പോൾ 10 എണ്ണം തെറ്റി, അപ്പോൾ അതിൻ്റെ മാർക്ക് കുറയും. 10 എണ്ണം മൈനസ് ഏകദേശം 1 പോയിൻ്റ് സംതിങ്ങോളം നമ്മുടെ പോക്കാണ് കുറയും. അപ്പം പോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് അതിനൊരു 10 മാർക്കോളം നഷ്ടപ്പെട്ടു. ഒന്നൊക്കെ വെച്ച് കൂട്ടി കുറച്ചുള്ളൂ. എന്ന് പറയുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 110. അപ്പോൾ നമുക്ക് 130 + 110. ഇത് മാത്സ്. ഇത് നമുക്ക് ഫസ്റ്റ് പേപ്പർ. സെക്കൻഡ് പേപ്പറിൽ ഇംഗ്ലീഷിൽ നിന്നും 110 കിട്ടി. അപ്പോൾ രണ്ടുകൂടെ ചേരുമ്പോൾ 240. പോരാ. ഇനിയുണ്ടല്ലോ ബാക്കി. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അത് 20-25 ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ 10 എണ്ണം ശരിയാക്കി എന്ന് വിചാരിച്ചാൽ മതി. 10 എണ്ണമേ ശരിയാക്കിയുള്ളൂ. 10 × 4 40. ഇവിടെ 40. അപ്പോൾ നമുക്ക് 320 എന്ന് പറയുന്ന സേഫ് സോണിൽ നിങ്ങൾ എത്തിപ്പെട്ടു മോനെ. 320 സേഫ് സോണാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് വളരെ സേഫ് സോണാണ് 320. അപ്പോൾ ഏകദേശം നമ്മൾ ഇത്രയും അകത്തുനിന്ന് 320ഓളം എത്താൻ പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും ഒക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് ചെയ്യണം. പിന്നെ ഹിസ്റ്ററിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, പഴയ കാലത്ത് വല്ല ഓർമ്മയുണ്ടെങ്കിൽ ഒരു 2-3 വെച്ചൊക്കെ ശരിയാക്കിയാൽ മതി മോനെ. 2-3 വെച്ച് ശരിയാക്കിയാൽ മതി. മറ്റുള്ളതിൻ്റെ അകത്തുനിന്ന് എല്ലാം കൂടെ ചേർത്ത് ഒരു 10 എണ്ണം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു മോനെ, ഷുവർ. ഈ 320യുടെ കൂടെ ഒരു 10 എണ്ണം കൂടെ ശരിയാക്കിയാൽ 40, 360 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് SSBക്ക് ഉറപ്പിച്ച് ചെല്ലാൻ പറ്റും. ഓക്കെ. ഇനി ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് NDA 2ൻ്റെ ലാസ്റ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഏറ്റവും ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്നായിരുന്നു 292. ഓക്കെ, 292. 900-ൽ 292 വന്നായിരുന്നു. അപ്പോൾ അവരെ വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കട്ട് ഓഫിൽ ഏറ്റവും ലോവസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ 320-ഉം 340 ഒക്കെ പറഞ്ഞാൽ സാധ്യതയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനൊരു സ്ട്രാറ്റജി ആണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഉറപ്പിക്കാം. ഈ രീതിയിൽ കൂടെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, നിർത്തുകയാണ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതുക. നമ്മുടെ ക്ലാസ് ഇനിയും വരും. നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്ത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ക്ലാസ്സുകൾ ഇങ്ങനെ അടിപൊളി മാത്സ് ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്ട്രാറ്റജിയും എല്ലാ രീതിയിൽ കൂടെയുള്ള കാര്യങ്ങളും ഇതിനകത്തൂടെ വന്നിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.